ഹായ്. അങ്ങനെ മറ്റൊരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതിയാണ്. ഇന്നും നാളെയും ജൂലൈ മാസം 17, 18 തീയതികളിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 12ഓളം റിലീസുകളാണ് ഇന്നും നാളെയായിട്ട് തിയേറ്ററുകളിൽ റിലീസ് വരുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ നാളെ, അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തതും ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആനിമേഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്മർഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ജൂലൈ മാസം 18-ാം തീയതി, അതായത് നാളെയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. തൻവി ദ ഗ്രേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജാഗിർ ഷ്രോഫ്, അരവിന്ദ് സ്വാമി, അനുപഗ്യർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ജൂലൈ മാസം 18, അതായത് നാളെയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സയാര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും നാളെയാണ്, അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. നമ്മുടെ ശ്രീലീല പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജൂനിയർ എന്ന് പറഞ്ഞ സിനിമ. കന്നഡയിലും തെലുങ്കിലും ആയിട്ടാണ് ഈ ഒരു സിനിമ. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഗവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു തമിഴ് സിനിമ ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. നാളെ ജൂലൈ മാസം 18-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. അപൂർവ പുത്രന്മാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ലാലലോക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ജൂലൈ മാസം 18-ാം തീയതി, അതായത് നാളെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു മലയാള സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫ്ലാസ്ക് എന്ന് പറഞ്ഞ സിനിമ. രാഹുൽ റിജു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ നാളെ, അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത അനൂപ് മേനോനും ധ്യാൻ ശ്രീനിവാസനും ഷീലു എബ്രഹാമും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് രവീന്ദ്ര ദി എവിടെ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയിൽ നാളെ ജൂലൈ മാസം 18-നാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് സീ ഓഫ് ലവ്, കടലോളം സ്നേഹം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദിൽഷ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നമ്മുടെ ബിഗ് ബോസ് ഫെയിമും ദിൽഷ ഡാൻസറാണ്. അവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയിൽ നാളെ ജൂലൈ മാസം 18-നാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സിനിമയാണ് ജഗള എന്നാണ് സിനിമയുടെ പേര്. മറീന ബൈക്കിലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ ജൂലൈ മാസം 18-ന് നാളെയാണ് തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട റിലീസാണ് നമ്മുടെ സുരേഷ് ഗോപി പ്രധാന വേഷം കൈകാര്യം ചെയ്ത JSK എന്ന് പറഞ്ഞ സിനിമ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജാനകി എന്ന പേര് കൊണ്ട് തന്നെ സെൻസർ തടഞ്ഞു വെച്ച് കേസായി വിവാദമായി ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. അനുപമ പരമേശ്വരനും ദിവ്യ പിള്ളയും ശ്രുതി രാമചന്ദ്രനും മാധവ് സുരേഷൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഇന്ന് ഒരു ദിവസം മുമ്പേ, അതായത് മറ്റു സിനിമകൾക്കൊക്കെ ഒരു ദിവസം മുമ്പേ, ജൂലൈ മാസം 17-ാം തീയതി തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. വേൾഡ് വൈഡ് റിലീസാണ്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളും ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ സിനിമകൾക്ക് ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.